ഒരൊട്ടകത്തെ ദാനം ചെയ്തതിൻ്റെ പുണ്യം പോലത്തെ പുണ്യം. അതുപോലെയാണ് ഒമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, രണ്ടാമത്തെ മണിക്കൂറിൽ പോയവൻ ഫകഅന്നമാ ഖറബ ബഖറത്തൻ, ഒരു പശുവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സമർപ്പിച്ചവനെ പോലെയാകുന്നു. ഒമൻ റാഹ ഫിസ്സാഅത്തി സാലിസത്തി, മൂന്നാം മണിക്കൂറിൽ പോകുന്നവൻ ഫകഅന്നമാ ഖറബ കബ്ശൻ നഖറന, നല്ല കൊമ്പുള്ള ഒരു ആട്ടിനെ ബലിയർപ്പിച്ച് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ചവനെ പോലെയാണ്. ഒമൻ റാഹ ഫിസ്സാഅത്തി റാബിയ, നാലാമത്തെ മണിക്കൂറിൽ പോയവൻ ഫകഅന്നമാ ഖറബ ദജാജതൻ, ഒരു കോഴിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവനെ പോലെയാണ്. ഒമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസത്തി, അഞ്ചാം മണിക്കൂറിൽ അഞ്ചാമത്തെ ടൈമിൽ പോകുന്നവൻ ഫകഅന്നമാ ഖറബ ബീളതൻ, ഒരു കോഴിമുട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവനെ പോലെയാണ്. ഫഇദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ടു വന്നാൽ ഹദറത്തിൽ മലായികത്തു, മലക്കുകൾ ഹാജരാകുന്നു. യസ്തമിഊന അദ്ദിക്ർ, ഉത്ബോധനം ശ്രവിക്കുന്നവരായ നിലയിൽ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് നിങ്ങൾ കേട്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ട്, ഈ ഹദീസ് നിങ്ങളത് മനസ്സിലാക്കണം, തിരുത്തണം. പല ആളുകളും പറയണത് പള്ളിയിൽ ആദ്യം എത്തിയവനക്ക് ഒട്ടകത്തിന്റെ കൂലിണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ 12 മണിക്ക് എത്തിയവൻ ഒട്ടകത്തിന്റെ കൂലിണ്ടാവും, അപ്പോൾ വേറെ ആരുമില്ല, അവൻ ഒട്ടകത്തിന്റെ കൂലി കിട്ടുമോ? ഇത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഏകദേശം പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു, സൂര്യോദയം കഴിഞ്ഞ് ജുമാക്ക് ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ ഇടയ്ക്കുള്ള സമയം ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് 5 സമയങ്ങളിലായിട്ട്, 5 മണിക്കൂർ. ഇപ്പൊ ഏകദേശം ഒരു 6:34, 35 ഷുറൂഖ്, സൂര്യൻ ഉദയം നടക്കുന്നു. 12:02, 12:03 ഖതീബ് മിമ്പറിൽ കയറും. അതിന്റെ ഇടയ്ക്കുള്ള സമയങ്ങൾ 5 ഭാഗിച്ചോളൂ. ആ 5 ഭാഗിച്ചാൽ അതിന്റെ ഒന്നാമത്തെ സാഴത്തിൽ, ഒന്നാം നാഴികയിൽ 5 ഡിവൈഡ് ചെയ്താൽ, വേർതിരിച്ചാൽ, ആ സൂര്യോദയം നടന്നതിന് ആദ്യ സമയത്ത് ആരെത്തുന്നോ ആ മണിക്കൂറിൻ്റെ അകത്തെത്തുന്നവർക്കാണ് ഒട്ടകത്തെ ബലിയർപ്പിച്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവൻ്റെ പോലെയുള്ള കൂലി കിട്ടുന്നത്. ഇന്ന് പാരിക്കലുണ്ടാവോ? ഒട്ടകത്തിൻ്റെ കൂലി ആർക്കും കിട്ടുമോ? നിങ്ങളാരെങ്കിലും കണ്ടുകിടോ സൂര്യോദയം കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോകണം? രണ്ടാമത്തതാണ് പറഞ്ഞത്, അടുത്ത മണിക്കൂർ പശുവിൻ്റെ ബലിയർപ്പിച്ചവനെ പോലെ. മൂന്നാമത്തതാണ് പറയുന്നത് ആട്. 4-ാം മണിക്കൂറാ പറയണത് എന്ത്? കോഴി. അതും കിട്ടുന്നവരില്ല, വളരെ കുറവാ. 5-ാം മണിക്കൂർ ബീളത്ത്, ഒരു 11 എത്തിയാൽ അവനക്ക് കിട്ടും. 11 മണിക്ക് എത്തണ്ട. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഇതിനാ പറയുന്നത്, ഇത് പഠിക്കാനല്ല, ഇത് അമൽ ചെയ്യാനുള്ളത്. ഇത് അമൽ ചെയ്യണം. അത് കുറച്ച് പ്രയാസമാണല്ലോ. ഉറക്കൊഴിക്കലേ, ഉറങ്ങണ്ടേ? എന്തുകൊണ്ടാ ഉറങ്ങേണ്ടി വരുന്നത്? തലേദിവസം രാത്രി ഉറക്കൊഴിച്ചു, നാളെ വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ടൊന്ന് ഉറങ്ങണം എന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് ഇന്ന് നേരത്തെ ഉറങ്ങട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളാണെങ്കിൽ നേരെ കിഴുക്കാൻ തൂക്ക് ബുദ്ധിയാണ്, തല കീഴായി മറിഞ്ഞ ബുദ്ധിയാണ്. നമ്മൾ നേരെ പറയുന്നത് നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. അപ്പോൾ ഉറക്കത്തിന്റെ മൂടായി, സുബഹിയും കിട്ടൂല. ഇനി സുബഹിക്ക് പോയാൽ തന്നെ വേണം വേണ്ട വെച്ചിട്ട് ഇമാം സലാം വീട്ടാൻ ഒഴിവില്ല. 2ാമത്തെ സലാം വീട്ടിൽ ചിലപ്പോൾ പള്ളിയുടെ പുറത്ത് കിടന്നിട്ടാവും. അത്ര തിരക്കില. എന്നിട്ട് വന്നൊരൊറ്റ കിടത്താണ്. പിന്നെ എത്ര മണിക്കാ എഴുന്നേൽക്ക? അത് സുബഹി ഉള്ളോന്, അല്ലാത്തവന് അലത്തൂൽ ഉറങ്ങന്നെയാണ്, അവൻ ഉറങ്ങന്നെയാണ്. പിന്നെ എപ്പോഴാ സുബഹിസ്കാരം? വെള്ളിയാഴ്ച 7 മണിക്ക്. അവനെപ്പോഴാ സൗകര്യമെങ്കിലും ഉണർന്നിട്ട്. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? സമയം തെറ്റി എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് ഉറങ്ങിക്കൂടാതെന്നല്ല, മനഃപൂർവ്വം ഒരാൾ ബാങ്കിന്റെ സമയം അറിഞ്ഞിട്ട് ഉറങ്ങിയാൽ പിന്നെ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല. അതേ അവസരത്തിൽ ഒരാൾ ക്ഷീണം കൊണ്ട് ഒരു ദിവസം ഉറങ്ങിപ്പോയി, ബാങ്കും ജമാഅത്തൊന്നും അയാൾ അറിഞ്ഞില്ല, സൂര്യോദയം കഴിഞ്ഞിട്ടാണ് അയാൾ ഉണർന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉണർന്നെഴുന്നേറ്റ നേരം തന്നെയാണ് അയാളുടെ സുബഹി. അതേ അവസരത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങുന്നു, എണീക്കാലോ എന്ന് വിചാരിച്ച് പിശാചിങ്ങനെ നം ഉറങ്ങിക്കോ ഇന്നൽ ലൈല തവീൽ, രാത്രി വളരെ ഇനിയും വേറെയുണ്ട്, ഉറങ്ങിക്കോ എന്ന് കേട്ടിട്ട് ആ താരാട്ട് കേട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് സൂര്യനുദിച്ചിട്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം റബ്ബിന് വേണ്ട, കാര്യമില്ല. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല.
പല ആൾക്കാരും എന്താ അറിയോ, സുബൈ കളാ വീട്ടിനാണ് ജുമാക്ക് പള്ളിയിൽ വന്നിട്ട്. അത് ഈ സുബൈക്ക് കുനൂത്തില്ലാത്തവർക്ക് വലിയ സൗകര്യമാണ്. ഇവൻ ഏതാ നിസ്കരിക്കണമെന്ന് ആർക്കും തിരിയില്ലല്ലോ. സുബൈക്ക് കുനൂത്ത് ഓതുന്നവനാണ് സാധുക്കള് രണ്ട് കയ്യും പൊക്കുമ്പോഴാ ആഹാ ഇവൻ സുബൈ നിസ്കരിച്ചിട്ടില്ലല്ലേ, ഇതിപ്പോ അതും വേണ്ടല്ലോ. പല മടിയന്മാർക്ക് സുബൈക്ക് കുനൂത്ത് വേണ്ടാന്നായപ്പോ ശരി എന്നാ പിന്നെ നല്ല ചാൻസ് ആണ്, പോയി കളാ വീട്ടിയാൽ മതി ജുമാക്ക് പള്ളിയിലെത്തിയിട്ടെന്ന്. ആരാ ഇത് പറഞ്ഞത്? ആ നിസ്കാരം റബ്ബിന് വേണോ? സമയം നിശ്ചയിച്ച നിസ്കാരം സമയം തെറ്റിച്ചിട്ട് മനഃപൂർവ്വം തെറ്റിച്ചിട്ട് അത് നിസ്കരിച്ചാൽ അല്ലാഹ് സ്വീകരിക്കുവോ? സ്വീകരിക്കൂല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ കാര്യം എല്ലാവരും ഗൗരവത്തിലെടുക്കുക. ഉറക്ക് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് ഈ ഒന്നാം സമയത്ത് എത്താൻ പറ്റുമോ? ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും മുൻഗാമികളായ സഹാബത്തും താബിഈങ്ങളുടെ ഒക്കെ ചരിത്രത്തിൽ കാണുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തന്നെ റോഡുകൾ നിറയുന്നാണ്. എവിടേക്ക്? നമ്മൾ ഈദ്ഗാഹിൽക്ക് പോണമാതിരി കൂട്ടം കൂട്ടായി ജുമാക്ക് പള്ളിയിലേക്ക് എല്ലാ ആഴ്ചയും അവർ പോകുന്നു. ഒന്നാം സാഴത്തിന്റെ പുണ്യം കിട്ടാൻ ആയുഷ്കാലത്തിൽ ഒരിക്കൽ നമുക്ക് കിട്ടുമോ? ഒരിക്കലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. രണ്ടാം സാഴത്തില്, മൂന്നാം സാഴത്ത്, നാലാം സാഴത്ത് 5 മണിക്കൂറായിട്ടാണ് ഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ സമയത്തും നമ്മളിങ്ങനെ എന്താണ് വെറുതെ റൂമിലുണ്ട്, കിടന്നുറങ്ങിയൊക്കെ നീറ്റു. മറ്റേത് വന്നിട്ടുണ്ട് പത്രം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇപ്പൊ അൽക്കഫൻ ഓതുകയാണെങ്കിൽ അപ്പോഴാ പത്രം വന്നത്, അപ്പം മടക്കി വെച്ചു. കാരണം പത്രം വന്നില്ലേ, സൂര്യൻ ഉദിച്ചില്ലേ, ഇനിയിപ്പോ മെഴുകുതിരിക്ക് എന്താ സ്ഥാനം? നമ്മളെ കൽബാണത്. ഖുർആൻ മടക്കി വെച്ചു, പിന്നെ പത്രമാണ്. അത് അരിച്ച് പെറുക്കുകയാണ്. ഒരുപാട് സമയം അല്ലെങ്കിൽ ന്യൂസ് ഇട്ടു, അല്ലെങ്കിൽ ടി വിയിലേക്ക് ശ്രദ്ധിച്ചു, പള്ളിയിൽ പോണ്ടേ, ആ സമയമുണ്ടല്ലോ. അവസാനം 12. നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും ആളുകൾ വരുന്നത് ഖതീബാണ് കഴിഞ്ഞിട്ടാ. പല ആൾക്കാരും പുറത്തുനിന്ന് ചോദിക്കുന്നതാണ്. പുറത്തുനിന്ന് ആൾക്കാർ ചോദിക്കുന്നു, അത്രയും പരിഹാസ്യമാക്കി തീർത്തു ഈ ദിവസത്തെ. സെമി ഫൈനലായോ എന്ന് നീ മനസ്സിലാകുന്നുണ്ടോ? ഒന്നാം കുത്തുബ കഴിഞ്ഞോന്ന്, ഫൈനൽ മറ്റേ അല്ലേ രണ്ടാം കുത്തുബ, അതുകൊണ്ട് കഴിഞ്ഞിട്ട് വരാൻ. എന്തിനാടോ സഹോദര, എന്തിനാ ഈ ജുമാ? ഈ വെള്ളിയാഴ്ച ദിവസം അല്ലാഹു നിശ്ചയിച്ച ഈ പരമപ്രധാനമായ ഒരു കാര്യത്തെ എല്ലാവരും, വിവരമുള്ളവരും അല്ലാത്തവരും വളരെ മോശമാക്കി കളഞ്ഞല്ലോ. ജുമാക്ക് നേരത്തെ എത്തുന്നൊരു സംവിധാനം വീടുകളിലുള്ള ആളുകൾ, സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ജുമാക്ക് പോകുന്നുണ്ടോ എങ്കിൽ അവരും, അല്ലെങ്കിൽ ജുമാക്ക് പോകാനുള്ള സംവിധാനങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒരുക്കി കൊടുത്തുകൊണ്ട് എത്രയും നേരത്തെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണം. എത്രയും നേരത്തെ. ഉറക്ക് കുറച്ച് കുറയ്ക്കുക, അലാറം വെക്കുക. ഒരു 9 മണിക്കൊക്കെ ഉറങ്ങി ഒരു 10 മണിയുടെ ഉള്ളിൽ എല്ലാം കഴിച്ച് 10 മണിക്കുള്ളിൽ പള്ളിയിലെത്താമോ? 11 മണിക്കെത്താമോ? ഇതൊക്കെ ഖതീബ് മിമ്പറിൽ കയറുമ്പോൾ കുറേ ആളുകൾ എത്തുകയാണ്. കുറേ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടാൻ വരുന്നവരുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്. അത് പോരെ സഹോദരന്മാരെ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നമ്മൾ ഓരോരുത്തരും സ്വയം സന്നദ്ധരാവണം. നേരത്തെ എത്തലുള്ള പുണ്യത്തിൽ നിന്ന് ഖതീബിനെ മാത്രമേ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ളൂ. ഖതീബിന് മാത്രമാണ്, ഇമാമിന് മാത്രമാണ് സമയത്ത് മാത്രം പള്ളിയിലെത്തൽ സുന്നത്താക്കിയിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയുടെ ചാരത്ത് താമസിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ഖുത്ബയുടെ സമയമായാൽ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കാനുള്ള നേരൊന്നും ഖതീബിനില്ല. നേരെ മിമ്പറിലേക്കാണ് കയറുന്നത്. നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി മിമ്പറിലേക്കാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഖതീബിന് അങ്ങനെ എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഖതീബിന് തഹിയ്യത്ത് നിസ്കാരം പോലും സുന്നത്തില്ല, നേരെ മിമ്പറിലേക്കാണ്. അല്ലാത്ത എല്ലാ ആളുകൾ, കാരണം ഖതീബിന് അന്ന് തന്നെ കൃത്യമായി ഒരുപാട് അധ്വാനങ്ങളുണ്ട്. ഖുതുബക്ക് വിഷയങ്ങൾ റെഡിയാക്കണം. കാരണം ആ ദിവസത്തിന്റെ ഓരോ കാര്യങ്ങളിൽ അതുവരെയുള്ള സൽക്കർമ്മങ്ങളുടെ സ്ഥാനത്ത് ഖുതുബക്ക് വേണ്ടിയുള്ള കൃത്യമായ മുന്നൊരുക്കങ്ങൾ അയാൾക്ക് നിർവഹിക്കാനുണ്ട്. തൻ്റെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ ഇൽമിന്റെ കാര്യങ്ങളെ തേടി പിടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സമയമായാൽ നേരെ മസ്ജിദിലേക്ക് പ്രവേശിച്ച് നേരെ മിമ്പറിലേക്ക് കയറിയിട്ടാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ജുമഅക്ക് നേരത്തെ എത്തുക എന്നത് നമ്മിൽ ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടു നടക്കണം.
ഇപ്പോഴുള്ള ഈ ഒരു അനാസ്ഥയിൽ നിന്ന് നമ്മൾ ഒഴിവാകണം എന്നാണ് എനിക്ക് വളരെ ഗൗരവത്തോടുകൂടെ പറയാനുള്ളത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു സംഭവം ഹദീസ്, ഇദാ കാന യൗമുൽ ജുമുഅത്തി കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി അൽ മലായിക യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ ഫഇദാ ജലസൽ ഇമാമു തവഉ സ്സുഹഫ വജാഊ യസ്തമിഊന അദ്ദിക്ർ. വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ മസ്ജിദിന്റെ എല്ലാ വാതിലുകളുടെ സമീപത്തും മലക്കുകൾ നിലയുറപ്പിക്കുകയായി. പള്ളിയുടെ കവാടങ്ങളിൽ, എല്ലാ പള്ളിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളുടെ അടുക്കലൊക്കെ മലക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അവർക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ഡ്യൂട്ടി? എന്താണ്? യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യമാദ്യം കടന്നു വരുന്നവരുടെ പേരവർ രേഖപ്പെടുത്തുന്നു. ഈ ആദ്യമാദ്യം കയറി വന്ന് ഈ പുണ്യം കിട്ടുന്നവരെ പേര് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഏതുവരെ അത് തുടരും? ആ എഴുത്ത് തുടരും. ഫൈദാ ജലസൽ ഇമാം, ഇമാം മിമ്പറിൽ കയറിയിരുന്നാൽ തവഉ സ്സുഹഫ, അവരവരുടെ പേജുകൾ, ഏടുകൾ ചുരുട്ടിവെക്കും. എഴുത്ത് നിർത്തി. വജാഊ യസ്തമിഊന അദ്ദിക്ർ, ആ ഉത്ബോധനം ശ്രവിക്കുവാൻ വേണ്ടി അവരും വന്നിരിക്കുന്നു. ഖുത്ബ ശ്രവിക്കാൻ വേണ്ടി അവരും വരികയാണ്. അപ്പൊ ഖതീബ് മിമ്പറിൽ കയറിയിട്ട് പള്ളിയിലേക്ക് വരുന്നവന് മലക്കുകളുടെ ലിസ്റ്റിൽ അവൻ പെടുന്നില്ല. ഖതീബ് മിമ്പറിൽ കയറിയിട്ട് ജുമഅക്ക് വരുന്നവന് ജുമഅയുടെ പരിപൂർണമായ പ്രതിഫലമില്ല. അവന് മലക്കുകളുടെ ലിസ്റ്റിൽ അവന് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കിയാൽ എത്ര നേരത്തെ എത്തിപ്പെടാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ശ്രദ്ധ വെക്കും. ഇന്ന് ആളുകളൊക്കെ പോകാതിരിക്കാനുള്ള കാരണം ഒന്ന്, രാത്രി ഉറക്കൊഴിക്കലാണ്. അതുകൊണ്ട് ഉറക്കൊഴിക്കണ്ടവല്ലാതെ, അഥവാ കുറച്ച് ഉറങ്ങിയോ എന്നാൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഉറങ്ങുക, ലിമിറ്റ് വെച്ച് ഉറങ്ങുക. എന്നിട്ട് നേരത്തെ പള്ളിയിലെത്താൻ ശ്രമിക്കുക. അങ്ങനെ അതിനു വേണ്ട ഒരുക്കങ്ങൾ ജുമഅയുടെ മുമ്പായിട്ട് ജുമഅക്ക് വരൽ നേരം വൈകാൻ സാധ്യതയുള്ള ഏത് പ്രവർത്തനങ്ങളെയും മാറ്റിവെക്കുകയാണ് വേണ്ടത്. ഇന്ന കാരണം, അത് കാരണം ഞാൻ ജുമഅക്ക് എത്താൻ വൈകിയെന്ന് പറയാവുന്ന അങ്ങനത്തെ വല്ല കാരണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നിട്ട് എത്രയും വേഗം പള്ളിയിൽ ജുമഅക്ക് എത്തിപ്പെടാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ഈ മഹത്വം നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം താനും, എപ്പോഴും വേണം താനും. നമുക്കിപ്പോൾ ഒരു ഒട്ടകത്തെ കൊടുക്കാനുള്ള കൂലി കഴിവുണ്ടോ? അങ്ങനെ ഓരോന്നും എത്രമാത്രം മഹത്വമേറിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നേരത്തെ എത്തുക എന്നത് ഈ ദിവസത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന ആദരവാണ്. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅത്തി വയതതഖറു ബിമസ്തതാഅ മിൻ തുഹ്രിൻ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അതാ കുളിക്കുന്നു, അതുപോലെ തന്നെ കഴിയുന്നത്ര അവൻ ശുദ്ധി പാലിക്കുന്നു. നഖം വെട്ടുക, അതുപോലെ തന്നെ ചുണ്ടിലേക്ക് ഇറങ്ങിയ മീശ വെട്ടുക, അതുപോലെ തന്നെ ഗുഹ്യരോമങ്ങൾ, അങ്ങനെ ഏതൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, കക്ഷത്തിലെ രോമം അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ശുദ്ധിയാവാൻ കഴിയുന്നിടത്തോളം ശുദ്ധിയാവുക. അങ്ങനെ ഇസ്ലാം പറയുന്നു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മീശ നല്ലോണം കട്ടിയാക്കി ചുണ്ടിൽ കണ്ട് ഇറക്കും, താടി വടിച്ചു കളയും ചെയ്യും. വെള്ളിയാഴ്ച ആകുമ്പോൾ സ്പെഷ്യലായിട്ട് ഒന്നും കൂടി നമ്മൾ വടിച്ചു. വെള്ളിയാഴ്ച കൃത്യമായി ആഴ്ചതോറും വടിക്കുന്ന ആളുകൾ, ദിവസം തോറും വടിക്കുന്നവർ, സഹോദരന്മാരെ ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ നമുക്ക് ഏറ്റവും പുണ്യമുള്ളൊരു സംഗതി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നമുക്ക് അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടാനല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നോക്കിയിട്ട് ഇങ്ങനെ വടിക്കുന്ന പരിപാടി നിർത്തിവെക്കുക. നമ്മൾ വേണ്ട. ചുണ്ടിലേക്ക് ഇറങ്ങിയ മീശയുണ്ടെങ്കിൽ അത് വെട്ടി ചെറുതാക്കുക, താടി വിടുക, താടി വളർത്തുക. ഇസ്ലാമിൽ വളരെയേറെ പുണ്യമുള്ളൊരു സംഗതിയാണ്. വെള്ളിയാഴ്ച നല്ല ഭംഗി അലങ്കാരമൊക്കെ വേണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യണത്. ഇങ്ങനെ ക്ലീൻ ആക്കിയ നല്ല ഭംഗിയാണ്. ആർക്ക് ഭംഗി? ആർക്കാ ഭംഗി? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹ് ഭംഗിയുള്ളവനാണോ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ. അപ്പൊ നമ്മളെ ഭംഗിയിൽ പോണ്ടേ? ഇതിങ്ങനെ ചപ്പുറത്ത് ആടിയും കൊണ്ടൊക്കെ പോയിട്ട് അതൊക്കെ ഒരു ഭംഗിക്ക് മോശമല്ലേ? ഞാൻ മുമ്പൊരിക്കലും സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളോട്, ഈ ഹദീസ് പറഞ്ഞതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എന്ത്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാദ്യമായി കേട്ടവരാരാ? നമ്മളാ? അല്ല, സഹാബത്താണ്, സഹാബിമാരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നേരത്തും സഹാബിമാരത് കേൾക്കുന്ന നേരത്തും അവരുടെ മുഖത്ത് സമൃദ്ധമായ താടിരോമമുണ്ട്. അപ്പൊ പിന്നെ ആ ഹദീസിൽ പറഞ്ഞത് അതല്ല ഉദ്ദേശം എന്ന് എളുപ്പം മനസ്സിലാവൂലേ?
അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മാറ്റത്തിന് തയ്യാറാവുക. നമ്മുടെ ഖബറിൽ നമുക്ക് പുണ്യം കിട്ടൂലേ? നമുക്കൊരു അള്ളാഹുവിങ്കൽ നിന്നൊരു പ്രതിഫലം കിട്ടൂലേ? അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആരോടും വാശിക്കല്ല, ആരോടും ദേഷ്യം പിടിച്ചിട്ട് വടിക്കും വേണ്ട, വടിക്കാതിരിക്കും വേണ്ട. നമ്മളെ നീയത്തൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹുവേ, ഇത്ര കാലം ഞാനിങ്ങനെ ചെയ്തു, ശരി, ഇത് ഹബീബ് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്, അള്ളാഹു പുണ്യം തരുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇനി അത് ശ്രദ്ധിക്കട്ടെ എന്ന സദുദ്ദേശത്തോടുകൂടി നമ്മൾ ആ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. നമ്മുടെ മനസ്സിന്റെ ഒരു മാറ്റം, പടച്ചറബ് വലിയ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരടി മുന്നോട്ട് വെച്ചാൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം ഇങ്ങോട്ടെടുക്കും. നമ്മളത് ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിൽ അത് കൊണ്ടു നടക്കുക. അപ്പൊ സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ കഴിയുന്നത്ര ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ച്, ശുചീകരണം പാലിച്ച്, എണ്ണ തേച്ച്, ഉണ്ടോ, വയദ്ദഹിനുമിൻ ദുഹിനിഹി, എണ്ണ തേച്ച്, എണ്ണയിടുന്നത് വെള്ളിയാഴ്ച എണ്ണ തേച്ച് മുടി ചീകി, ഔ യമസ്സമിൻ തീബി ബൈത്തിഹി, വീട്ടിലെ സുഗന്ധത്തിൽ നിന്ന് ഉപയോഗിച്ച്, സുമ്മ യഖ്റുജു ഇലൽ മസ്ജിദി, അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, വലാ യുഫരിഖു ബൈന സിനയൈൻ, രണ്ടാളുകൾക്കിടയിൽ അവൻ വേർപിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ആളുകളുടെ പിരടി കവച്ചു വെച്ചുകൊണ്ട് ചാടിക്കടന്നു പോകരുത്. ആളുകൾ സഫിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചാടി ഇങ്ങനെ പോവുക. അതുകൊണ്ട് പള്ളിയിലെത്തിയാൽ ആളുകൾ മുന്നിൽ ഒഴിവ് വരാതിരിക്കാനുള്ള ശ്രമം ആദ്യം എത്തുന്നവരുടെ ചുമതലയാണ്. മാത്രല്ല, അതൊരു ശ്രമിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള സംഗതിയല്ലേ. ഒന്നാമത്തെ സഫിന്റെ പുണ്യം രണ്ടാമത്തെ സഫിനില്ല, രണ്ടിന്റെ പുണ്യം മൂന്നിനില്ല. അടുത്തടുത്ത് വരുന്ന സഫുകൾക്ക് പുണ്യം കൂടും. അതുകൊണ്ട് നേരത്തെ എത്തിയവൻ നേരത്തെ ഒന്നാമത്തെ സഫിൽ സ്ഥലം പിടിക്കുക. നമ്മൾ നോക്കണം എന്താണ്, എവിടെ ചാരാൻ സൗകര്യം. ഒന്നാം സഫിൽ ഇരുന്നാൽ കിട്ടൂലേ, എന്നാൽ നമ്മൾ ബാക്കിൽ പോയിട്ടിരിക്കും 10ാം സഫിൽ. എന്തിന്? ചുമര് ചാരാൻ. ആർക്കെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ബാക്ക് പെയിൻ കൊണ്ടോ എന്തെങ്കിലും വേദന കൊണ്ടോ ഒക്കെ ചിലപ്പോൾ കുറേ ആളുകൾക്ക് ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ വലിയ പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതൊന്നുമല്ല, കുറച്ചു നേരം നമുക്കൊരു പുണ്യകരമായൊരു സംഗതിയല്ലേ. ഒന്നാമത്തെ സഫ് കളയരുത്, ആ പ്രാധാന്യം കളയരുത്. ഹദീസിൽ കാണാം, സുമ്മ ദനൽ ഇമാം, ഇമാമിനോട് അടുത്ത് പോയിട്ടിരുന്നു. എത്രത്തോളം ഇമാമിനോട് അടുത്തിരിക്കാൻ പറ്റുമോ അത്രയും പുണ്യം. എന്നിട്ടോ ചാടിക്കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാളെ കവിച്ചു വെച്ച് കിടക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കണം. ഒരാളുടെ ചുമല് ചാടിക്കിടന്ന് പോകാൻ പാടില്ല. വളരെ അനിവാര്യമായ സംഗതിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉദാഹരണം, ഖതീബ് വരാണ്, ഖതീബിന് മിമ്പറിന്റെ ഭാഗത്തുകൂടെ വാതിലില്ല, സഫിന്റെ പിന്നിൽ മാത്രമേ വാതിലുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് ആ മിമ്പറിൽ എത്തണ്ടേ? അവിടെ അദ്ദേഹത്തിന് അങ്ങനെ കടന്നു പോകേണ്ടി വരും. അതുപോലെ തന്നെ ഒരാള് ഒന്നാമത്തെ സഫിലിരിക്കുന്ന ഒരാള്, അയാൾക്ക് ഉളു മുറിഞ്ഞു, അയാൾ ഉളുവെടുക്കാൻ രണ്ടാമത് പോയി, തിരിച്ചു വരും.